ഹായ് ഹലോ യെസ് ഒരു വെരി ഗുഡ് മോർണിംഗ് വിഷസാണ് കേട്ടോ. ആദ്യം തന്നെ എന്ത് സുന്ദരമായ പുലരിയല്ലേ, കിളികളുടെ കളകളാരവം രാവിലെ തന്നെ തെറ്റിച്ചു പൊടുന്നു. യെസ്, ജനാലകളിലൂടെയുള്ള സൂര്യൻ്റെ പൊൻകിരണങ്ങൾ. അതെ അതെ, ഇത്രയും ബിൽഡപ്പിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പറഞ്ഞാൽ അമ്പാക്കുന്നില്ല. രാവിലെ ഓരോ ചളിയും കൊണ്ട് ഇറങ്ങിയൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ചിന്തയൊക്കെ വരുന്നുണ്ടാവും അല്ലേ. തൽക്കാലം അത് വേണ്ട. ഇൻട്രോ കിട്ടിയില്ലല്ലോ. യെസ്, ഇൻട്രോ പ്ലീസ്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് അക്ഷയിൽ കൂടുതൽ പ്രകാശാണ്. അപ്പോൾ ഇന്ന് ഒരു മോർണിംഗ് സ്പെഷ്യൽ എപ്പിസോഡാണ്. നിങ്ങളുടെ മോർണിംഗ് ഒക്കെ എന്താണ് സ്റ്റോറീസ് വിത്ത് അക്ഷയ് കേട്ട് തുടങ്ങിയാലും ഭയങ്കര രസമായിരിക്കും അല്ലേ. പറഞ്ഞല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലെ എണീക്കുന്നു, വല്ല സ്റ്റോറീസ് വിത്ത് അക്ഷയ് കേൾക്കാനായിട്ട് ഫോൺ എടുക്കുന്നു, പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ അലക്സേനോടും അല്ലെങ്കിൽ ബിഗ് സ്ക്രീനോടും ഗൂഗിളിനോടും സിരിനോടും ഒക്കെ ഇങ്ങനെ പറയുന്നു, ഹേ സിരി പ്ലേ സ്റ്റോറീസ് വിത്ത് അക്ഷയ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ എന്ന് പറയാം, എൻ്റെ മധുരമായ ചിരിയും ചളികളും നമ്മളുടെ ഒരു ബ്യൂട്ടിഫുൾ ഡേ. ഈ മോർണിംഗ് ഇതിൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് എന്തായാലും അല്ലേ. ഇങ്ങനെ കുറേ സെൽഫ് പോസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇത് പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, അലാം എങ്ങനെ സ്നൂസാക്കി വെച്ചാണ്ടല്ലോ കിട്ടും, സത്യമാണ്. യെസ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഉറക്കമൊക്കെ എങ്ങനെയായിട്ട് ശരിയായോ? എന്താ പറയുക, നല്ലപോലെ ഉറങ്ങിയോ എല്ലാവരും? യെസ്, അപ്പോൾ നമുക്ക് മെല്ലെ എണീറ്റാലോ. ഇപ്പം എന്തായാലും ബെഡിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ കുറച്ച് സമയം വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് സെറ്റ് ആവാനായിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അതെടുത്തു. എനിക്കിപ്പോൾ ഒരു മടുപ്പുണ്ടാവാൻ പാടില്ലല്ലോ. അല്ലെങ്കിൽ കൂളാവട്ടെ അല്ലെങ്കിൽ കാമാവട്ടെ, ഈ ഉറക്കക്ഷീണൊക്കെ പോട്ടെ എന്നുള്ളത്. യെസ്, ഇനി ഒരു താങ്ക് യു പറയുന്നു. താങ്ക് യു ഇപ്പം എന്തിനാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒപ്ര വിൻഫ്രീ ഇല്ലേ, നമ്മുടെ അമേരിക്കൻ സൂപ്പർ സ്റ്റാർ. അപ്പോൾ പുള്ളി ഇങ്ങനെ രാവിലെ എണീക്കുന്ന സമയത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടാണ് അത്ര എണീക്കുന്നത്. അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഇന്നലെയോടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു സ്കീമിലായിരിക്കും. ഇന്നലെ നമ്മൾ കടന്നുപോയ കാര്യങ്ങളൊക്കെ കണ്ടുള്ള അതിലോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലായിരിക്കണം ആ താങ്ക് യു പറയുന്നത്. ഓക്കെ, എന്തായാലും അത് നമ്മളുടെ ചോയ്സാണ്. ഇനിയിപ്പോൾ എന്നോട് താങ്ക്സ് പറയണമെങ്കിൽ അതും പറഞ്ഞോ, ചുമ്മാ കടില്ലേ. മിനിമല്ലേ എനിക്കിട്ടാടെ ജഗ്ഗിൽ വെള്ളം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കാം. ഇതൊക്കെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ അവിടെ കൊണ്ടുവച്ചേക്കുന്നേ. ഇനി ആ വിൻഡോ ഒന്ന് തുറന്നിട്ടെ, ആ ഒരു ഫ്രഷ് എയർ ഒന്ന് ഉള്ളിലേക്ക് വരട്ടെ. നല്ലപോലെ ബ്രീത്ത് എടുക്കാം. യെസ്, കുറച്ചൊരു സുഖം കിട്ടുന്നില്ലേ, നല്ലതാണ്. ഇനി യോഗയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ജോഗിങ്ങിന് പോകണോ, അതും ആവാം. ഇനി മെല്ലത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സൂര്യനൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ലേറ്റായ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നാളെ കാണാം. ഓക്കെ, സൂര്യൻ ചേട്ടനെ കണ്ടു. കിളികൾ വരും ഓരോ കാര്യങ്ങൾ നോക്കി നടക്കാൻ വേണ്ടി ഇറങ്ങി. അല്ല, നിങ്ങൾ ഇത് നോക്കിയിരിക്കുകയാണ് മിസ്റ്റർ, വന്നേ ബ്രഷ് ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ ആ ഒരു പഴയ ഡയറി എഴുത്തും കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ ടീച്ചർ പറയാറില്ലേ, ഡയറിയൊക്കെ എഴുതണം, ഡെയിലിക്ക് ഡയറിയൊക്കെ എഴുതണം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ എൻ്റെ ഒരു സ്ഥിരം ലൈൻസ് ഇങ്ങനെയായിരുന്നു. അതായത് രാവിലെ എണീറ്റു, പ്രഭാത കർമ്മങ്ങൾ ചെയ്തു, സ്കൂളിലേക്ക് പോയി, പഠിച്ചു, ഉച്ചയായി ഫുഡ് കഴിച്ചു, വീണ്ടും പഠിച്ചു, തിരിച്ചു വന്നു, കുറച്ച് സമയം കളിക്കാൻ പോയി, വീണ്ടും കഴിച്ചു, പഠിച്ചു, ഉറങ്ങി. ഇത് തന്നെയായിരുന്നു സ്ഥിരം. എന്താ പറയുക, ആ ഒരു ടൈമിൽ എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നു എന്നുള്ളത്. എല്ലാ പേജിലും ഇത് തന്നെയായിരുന്നു. അല്ല, അതുകൂടെ ബ്രഷ് ചെയ്താം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടികൾ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാലോ. ക്ലാസ്സിൽ പോകുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടായോ, അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അല്ല, ഇനി വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അല്ലെങ്കിൽ വർക്കിന് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ടാസ്ക് എന്തൊക്കെയാണ് പെൻഡിങ് ഉള്ളതെന്നൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം. പിന്നീട് വീണ്ടും മറക്കരുതല്ലോ. അപ്പോൾ ഞാൻ ഡെയിലി ടു ഡൂയിൽ ഇട്ട് വെക്കാറാണ് കേട്ടോ. ഓരോന്നിനും ഇങ്ങനെ ഓരോ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരെ ഓർമ്മിച്ചോളും. മിസ്റ്റർ അക്ഷയ്, ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കിയോ, അല്ലെങ്കിൽ ഈ എപ്പിസോഡ് എവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നോളും. അപ്പോൾ അത് അവിടെ ഒരു ഭാഗത്ത്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, രാവിലെ എണീറ്റ ശേഷം ഉണ്ടല്ലോ നമ്മൾ ഒരു ബുക്ക് കയ്യിൽ വയ്ക്കുന്നത് ഭയങ്കര നല്ലതാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അതിൽ നമ്മളിങ്ങനെ നമ്മളുടെ ആ ഒരു പോസിറ്റീവ് ഇൻറ്റൻഷനെ കുറിച്ചിട്ടൊക്കെ എഴുതാനായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ പോസിറ്റീവ് അസംഷൻസ് ഒക്കെ എഴുതാനായിട്ട്, ഇന്ന കാര്യം നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതാനായിട്ട്, ഒരു ലൈഫിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ഇന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമൊക്കെ ഇങ്ങനെ എഴുതി വെച്ചാൽ ഒരു രസമാണെന്നൊക്കെ പറയണേ, അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കിട്ടാനൊക്കെ ഹെൽപ്ഫുൾ ആവും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതൊന്ന് എഴുതി വെച്ച് നോക്കിക്കോ. ഇത് നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ നടക്കില്ലായിരിക്കും, പക്ഷേ നമുക്കിത് നടത്താം. ഓക്കെ, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നാളേക്ക് മാറ്റി വെക്കേണ്ടി വന്നേക്കാം. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കരുത്. അപ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കുന്നവരല്ല ഈ സ്റ്റോറീസ് വിത്ത് അക്ഷയുടെ ലിസണേഴ്സ്. എനിക്ക് നല്ലപോലെ അറിയാം. ഒന്നുമില്ല, അതുകൊണ്ടാണല്ലോ എന്നെ വിശ്വസിച്ച് ഇത് ഇപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊക്കെ ഇങ്ങനെ സെറ്റാക്കാവുന്നേ ഉള്ളൂ എന്നുള്ളത്. യെസ്, വന്ന് റെഡിയായിക്കേ.
ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യുക ഇഷ്ടം, കുറച്ചൊരു കോൺഫിഡൻസ് വരട്ടെ എന്നേ മുടിയൊക്കെ ചീകി വെച്ചിട്ട് വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിക്കണേ. മുടി ചെയ്യുന്ന ആരും പറഞ്ഞപ്പോഴാണ് പണ്ട് ഇങ്ങനെ ചെറുപ്പത്തിൽ, അല്ല ഇപ്പോഴും ചെറുപ്പമാണ്, പറഞ്ഞു തന്നെ എന്തായിരുന്നു, യെസ്, അങ്ങനെ ചെറുപ്പത്തിൽ അമ്മയല്ല ഇങ്ങനെ മുടി വാരി തരുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ വാരി തരും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ നിന്ന് കൊടുക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അമ്മ പോയി നോക്കിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും. അന്ന് ഈ സ്പൈക്കൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നല്ലോ. അപ്പോൾ സ്കൂളിലെത്താൻ നേരം എല്ലാവരും സ്പൈക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണ്ടേ, അല്ല വെയിറ്റ് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം, തലേന്ന് രാത്രി ഡിന്നർ കഴിക്കുന്ന സമയം കുറച്ചൊന്ന് ലൈറ്റ് ആക്കുന്നത് നല്ലതാണോ. അതായത് കുറച്ച് നേരത്തെ കൂടി കഴിച്ചു, ഒരു 7-7:30 ആകുന്ന സമയത്തൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഡൈജഷനും അല്ലെങ്കിൽ നമ്മുടെ സ്ലീപ്പ് സൈക്കിളൊക്കെ ഭയങ്കര നല്ലപോലെ നടക്കും എന്നുള്ളത്. ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരാം. രാവിലെ എന്താണ് ഇഷ്ടം? ഹോസ്റ്റലേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കും. യെസ്, ഐ ഡു മിസ് മൈ അമ്മ ഉണ്ടാക്കുന്ന പുട്ടും കടലയും, എന്താ പറയുക, നൂൽപുട്ടും ഭാജയൊക്കെ. സീരിയസ്ലി ഐ റിയലി മിസ് ദോസ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും കിട്ടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ലക്കി ഗൈസ്. അല്ല, അമ്മയോ അച്ഛനോ ആരും ആവട്ടെ, അവർ ഇത്രയും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഇത് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് കൊടുത്ത ഇഷ്ടം ഡെയിലി ഇങ്ങനെ അവർ ഉണ്ടാക്കി തരുന്നില്ലേ. വന്നേ അമ്മേനെ അച്ഛനൊക്കെ കെട്ടിപ്പിടിച്ചോണ്ട് ഒരു നല്ല വാക്ക് പറഞ്ഞാട്ടെ, എന്ത് രസമാണമ്മ, അല്ലെങ്കിൽ എന്താണ് കിട്ടില്ല ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യടാ. അപ്പോൾ ചിലപ്പോൾ അവരിങ്ങനെ ചോദിക്കും, എന്താണ് എന്തെങ്കിലും കാര്യം നടക്കാനുള്ള സൂപ്പറുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് സ്കൂൾ ടൂർ പോകാനൊക്കെ ആയിട്ട് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ആ ഒരു കോംപ്ലിമെൻ്റ് അവിടെ പറഞ്ഞല്ലേ. പിന്നീടല്ലോ, ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല കേട്ടോ, ഇത് അവർക്ക് കേൾക്കണം എന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താണ്, അവരത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കി തരുമ്പോൾ അതിന് നമ്മളുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഒരു റെസ്പോൺസ് അത് ഭയങ്കര കാര്യമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാവും, അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കാനായിട്ട് നിങ്ങളുടെ ആ ഒരു ചിരിയും. അപ്പോൾ അത് മതി ആ ഒരു ഡേ അത്രയും ബ്യൂട്ടിഫുൾ ആക്കാൻ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു ചിരി കേൾക്കുമ്പോൾ തന്നെ നമ്മളെ പല ടെൻഷൻസും തീരാറുണ്ടല്ലേ. യെസ്, അപ്പോൾ ഇനി നമ്മളുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഡെയിലി നമ്മളിങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോഴൊക്കെ നമ്മളോട് ചിരിക്കാറുള്ള അല്ലെങ്കിൽ ഡെയിലി കാണുമ്പോഴേക്ക് ചിരിക്കാറുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഇല്ലേ. അപ്പോൾ അവരോടൊക്കെ ഒരു ഹായ് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു സ്മൈലൊക്കെ പാസ് ചെയ്തൂടെ? ഡെയിലി കാണുന്നില്ലേ, എന്തിനാണ് ഇതിന് മാത്രം ഗമ്മാന്നുള്ളതാണോ? വാ, നമ്മളുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. പിന്നെ പറയാൻ മറന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റൂമിലേക്ക് നമ്മൾ എണീക്കുമ്പോൾ തന്നെ കാണാനായിട്ട് എന്തെങ്കിലും ഒരു കോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ വെച്ചാലോ, ഒരു രസമുള്ള പരിപാടിയാണ്. ഐഡിയ അത്ര പുതിയൊന്നുമല്ല, പക്ഷേ അത് ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. എന്തായാലും ഒന്ന് നോക്കിട്ടോ, രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി തരുന്ന അല്ലെങ്കിൽ ഭയങ്കര മോട്ടിവേറ്റഡ് ആക്കുന്ന, നമ്മളെ ഡെയിലി ഇങ്ങനെ മോട്ടിവേറ്റഡ് ആക്കുന്ന ഒരു കോട്ടോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഭയങ്കര രസമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ രാവിലെ തന്നെ പസിൽസൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേൾക്കുന്ന, പോഡ്കാസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഓക്കെ, നമ്മുടെ തന്നെ ഉണ്ടല്ലോ സ്റ്റോറീസ് അക്ഷേകം. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മ്യൂസിക് കേൾക്കാം, നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്തുകൊണ്ട് മ്യൂസിക്കൊക്കെ കേൾക്കാം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ്, റെഡി അല്ലേ? ഒന്ന് ചിരിക്കിഷ്ടം എന്താണിത്? വാ, നമ്മൾ ഈ ഒരു ഡേ ബ്യൂട്ടിഫുൾ ആക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയപ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.